ആ എത്തിയടി എവിടുണ്ട്? പ്രശ്നമൊന്നുമില്ല. പേടിക്കണ്ട. നിമ്മിയാ അവളാകെ പേടിച്ചിരിക്കുന്നു. നിമ്മേ, പേടിക്കാൻ എന്താ ഉള്ളേ? ഒന്നുമില്ല. നീ അതൊന്നും ആലോചിക്കണ്ട. ഞാൻ വേഗം വരും. നാരായണുണ്ടല്ലോ അവിടെ അല്ലേ? ശരി. പാലേന്ദ്രൻ ഈ പറയുന്നതിലൊന്നും വലിയ നീതി ന്യായമൊന്നും ഞാൻ കാണുന്നില്ല. ഹോട്ടലാവുമ്പോ അതൊക്കെ പതിവാ. അതിനൊക്കെ കയറി ഹീറോ കളിച്ചാൽ എങ്ങനെയാ? ഹീറോ കളിച്ചതൊന്നുമല്ല. എന്റെ ഹോട്ടലിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ പതിവൊന്നും നടക്കില്ല. പിന്നെ എന്റെ സ്റ്റാഫിനെ അടിക്കാന്ന് വെച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും സംഗതി ബോറാക്കിയില്ലേ? നമ്മൾ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ പേര് ഭാവി പ്രശ്നങ്ങളില്ലാതെ നോക്കുക. അതാ ഞാനും പറയണേ. നോക്ക്. ഞാനെന്തിനാ വെറുതെ ഉറക്കം ചുറ്റണേ? ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങള്. ഞാനൊരു പാവം പോലീസുകാരൻ. പൂച്ചയ്ക്ക് എന്താ പൊഞ്ഞെടുക്കുന്നിടത്ത് കാര്യം? പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനാ സ്വഭാവം. നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടാലോ? KR നായരുടെ അളിയനെതിരെ പോലീസ് കേസോ? KR നായർ വരയ്ക്കുന്ന വര വിട്ടു പോകുന്ന ഒരു പോലീസും ഇല്ലൂടെ. അവർ വിചാരിച്ച എന്ത് നടക്കും മദ്രാസിൽ. ഇനി പ്രശ്നം ഉണ്ടാവേണ്ട നോക്കുക. KR നായരെ ഞാൻ കണ്ട് പറഞ്ഞു നോക്കാം. താഴേണ്ട അടുത്ത് നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുക്കുക. താഴ്ന്നു തന്നെയാ നിന്നത്. അപ്പൊ തലക്കറി ചവിട്ടിയാലോ? അതുപോലെ നേരെ ഒരുപാടായി. വരുന്നിടത്ത് വെച്ച് കാണാം. ഊണ് കഴിച്ചിട്ട് പോ. വേണ്ട, നിമ്മി ഊണ് കഴിക്കാൻ അവിടെ കാത്തിരിക്കണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്റെ ഹോട്ടലിൽ വെച്ച് കുറെ തെണ്ടുകളുടെ ബലത്തിൽ നീ തിണ്ണമെടുക്കുക കാണിച്ചു. ഇപ്പൊ ഒന്ന് കാണട്ടെ. അവരെ കണ്ട് ഭയക്കണ്ട. എന്റെ കണക്കുകൾ ഞാൻ തന്നെ തീർക്കുന്ന പതിവ്. ദയവ് ചെയ്ത് തന്നെ പോകാൻ അനുവദിക്കണം. പോകാനോ? ഇറങ്ങി വാടാ നായിന്റെ മോനെ. വേണ്ട, കൊല്ലണ്ട. ഇതെന്റെ കൈത്തരിപ്പ് തീർക്കാൻ. തീർന്നു എന്ന് കരുതണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. மிஸ்டர் KR நாயர் இருக்காரா? இன்னும் வரல சார். KK நாயர் சார் உள்ள இருக்காரு. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓ മിസ്റ്റർ മേനോൻ, എന്തൊക്കെയുണ്ട് വിശേഷം? മിസ്റ്റർ KR നായർ അളിയൻ CM-ോട് ഡൽഹിക്ക് പോയിരിക്കുക. എന്ന് വരും? 3-4 ദിവസം കഴിയും. സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ആരെയോ കാണാൻ പോയതാ. എന്താ വിശേഷിച്ച്? ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമായിരുന്നു. നെക്സ്റ്റ് വീക്കിൽ വരും. ഞാൻ ഇറങ്ങിക്കോട്ടെ, സൈറ്റിലേക്ക് പോകണം. മിസ്റ്റർ നായർ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? സംതിങ് പേഴ്സണൽ. പ്ലീസ്, നിങ്ങൾ കാറിലിരിക്കും, ഞാനിപ്പോ വരാം. എന്താണ്? പറയൂ. എന്റെ സൺലോയും നിങ്ങളും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്നറിഞ്ഞു. ചെറുതല്ല, വലിയ ഇഷ്യൂവാ. അയാൾ എന്നെ എന്റെ ഫ്രണ്ടിനെയും തല്ലി. അത് ഞാൻ തിരിച്ചടിച്ചു. അതെ, അതോടെ ആ ഇഷ്യൂ കഴിയണം. കഴിയില്ലല്ലോ. ഒരു പന്ന ഹോട്ടലും പലിശ കമ്പനിയും ഉണ്ടെന്ന് വെച്ച് അഹങ്കാരം കാണിക്കരുത്. പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കും. അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം? നോ നോ മിസ്റ്റർ മേനോ, നിങ്ങൾ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്. അയാളും ചോദിക്കണം. മാപ്പ് തരാൻ എനിക്ക് കഴിയില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അഭിമാനം വ്രണപ്പെടുമ്പോഴാണ്. എന്നെ നാണം കെടുത്തിയാൽ നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ തരും? പറയൂ. ഒരു സോറി പറയൂ അല്ലേ? സോറി മിസ്റ്റർ മേനോ.
അവനെ ഞാൻ തകർക്കും. അതിനെനിക്ക് 4 ഫോൺ കോൾസ് മതി. ഒരു നീർക്കുമുള പോലെ പൊട്ടും. ശ്രീലക്ഷ്മി ചിറ്റ്സ് ആൻഡ് ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ. അണ്ടർസ്റ്റാൻഡ്? അതെ അതെ, ആ പറയും തരാമല്ലോ. ആ വന്നോളൂ. ഇല്ല ഇല്ലെന്നേ. ആര് പറഞ്ഞു? നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഒരു കുഴപ്പമില്ല, എപ്പോ വന്നാലും വിഡ്രോ ചെയ്യാം. ആ വന്നോളൂ. ശരി, ഷുവർ. എന്താ സാർ പ്രോബ്ലം? ഒന്നുമില്ല. അല്ല, ഇന്ന് കോളുകളുടെ ബേളാണല്ലോ. ആ ഹലോ, അതെ, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുകയാണ്. ശരി, പറയാം. ഇല്ല, സണ്ണിലോ ആണ്, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ. ശരി, പറയാം. ചാലക്കുടിന്ന് ഒരു മുകുന്ദൻ മേനോൻ. എന്താ പറഞ്ഞേ? അച്ഛൻ വന്നാലുടനൊന്ന് വിളിക്കാൻ പറഞ്ഞു. എന്താ പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ അച്ഛൻ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്? അത് ഒന്നുമില്ല, നീ വെക്കോ, പിന്നെ പറയാം. അയാളുടെ എത്രയുണ്ട്? 2 ലക്ഷമാണെന്നാ തോന്നുന്നേ. ഞാൻ നിർബന്ധിച്ച് ഡിപ്പോസിറ്റ് ചെയ്യിച്ച പ്രശ്നമാ. ഒരു പ്രശ്നമില്ല. ഞാനല്ലേ പറയുന്നത്, എന്നെ വിശ്വസിക്കണം. ഇതാരോ പറഞ്ഞു പരത്തിയതാണ്. തരാം. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, ഉറപ്പാണ്. ആരാണ് ഈ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? മോശം. ആരാണ്ട? ആരാ? സാർ, എന്താ? എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ആരൊരു സ്കാനിൽ അടിച്ചിറക്കിയിട്ട് നമ്മുടെ ബാങ്ക് പൊളിഞ്ഞു വന്നു. ഡെപ്പോസിറ്റേഷനോട് സമാധാനം പറഞ്ഞ് മടുത്തു. ഞാൻ പിന്നെ റിസീവർ എടുത്ത് താഴെ വെച്ചിങ്ങോട്ട് പോന്നു. എറണാകുളം ബ്രാഞ്ചിൽ ആരോ വന്ന് വഴക്കുണ്ടാക്കിയെന്ന് അവിടെ നിന്ന് മാനേജർ വിളിച്ചു പറഞ്ഞു. അവിടെ ഫോൺ കോൾസിന്റെ ബഹള. എന്താ ചെയ്യാ സാർ? എനിക്കറിയില്ല. വേറെ ആരും ആയിരിക്കില്ല, അവൻ തന്നെ ആയിരിക്കും. ആര്? KK നായർ ആൻഡ് ഗ്രൂപ്പ്. അല്ലാതെ ആരും നമ്മളോട് ചെയ്യില്ല. അങ്ങനെ വല്ലതുമാണെങ്കിൽ കുത്തി കൊല്ലണവനെ. നമുക്ക് ഈ ഡെപ്പോസിറ്റ് എല്ലാം തിരിച്ചു കൊടുത്താ പോരെ? മതി. പക്ഷെ എവിടെ നിർത്ത് കൊടുക്കാനാ? കാശ് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കല്ലോ, ബിസിനസ് ചെയ്യല്ലേ? പിന്നെന്ത് ചെയ്യും? എനിക്കറിയില്ല എന്റെ ഈശ്വര. നിമേ, നിമേ, നാരായണ, അവളോട് സമാധാനായിട്ടിരിക്കാൻ പറ. ഒന്നും സംഭവിക്കില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ശിക്ഷ അനുഭവിക്കണേ? നമ്മുടെ സ്റ്റാഫ് കരഞ്ഞാണോ സുധാകര? പലർക്കും അറിയാം. ഫോണൊക്കെ വരുമ്പോ ആരാ സുധാകര? മേനോ സാറും വക്കീലുവാ. അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. എല്ലാവരും ചീട്ടുകൂട്ടാരം പോലെ തകരാൻ പോകുമെന്നാ തോന്നണേ. ഒന്നുമില്ല, നീ ധൈര്യമായിട്ടിരുന്നാ മതി. അങ്ങനെ കള്ളക്കഥ പറഞ്ഞ് തോപ്പിക്കാൻ പറ്റുമോ? നമ്മളിത് കൂളായിട്ട് ഫേസ് ചെയ്യുന്നു. നിമ്മയുടെ അകത്തുണ്ട്. അവൾ ആകെ ഭയന്നിരിക്കുക. സുധാര സാർ, നമ്മൾ കൊടുത്തിട്ടുള്ള ലോണുകളെല്ലാം എത്രയും വേഗം തിരിച്ചടപ്പിക്കണം. ആസ് സൂൺ ആസ് പോസിബിൾ. പെട്ടെന്ന് എന്നാ കിട്ടുക സാർ? ഈ ന്യൂസ് ഫ്ലാഷ് ആകുന്നതിന് മുമ്പ് കിട്ടാവുന്ന എമൗണ്ട് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ലോൺ കൊടുത്തൊന്നും തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കണ്ട. ആകെ ലോൺ എത്ര കൊടുത്തിട്ടുണ്ടാവും? ഉദ്ദേശം ഒരു 75-80 ലക്ഷം രൂപ. മൈ ഗോഡ്. ആലോചിക്കാൻ സമയമില്ല. എല്ലാ ബ്രാഞ്ചിലും ഫോൺ ചെയ്ത് പറയാ, ഒരു കാറും എടുത്ത് ഇറങ്ങാൻ പറയാ. സാർ, ഇവിടെ നമ്മൾ തന്നെ ഇറങ്ങാം. ശരി. ഇങ്ങനെ ഓടിച്ചെന്ന് ചോദിച്ചാൽ ആരാ ലോൺ തിരിച്ചടക്കുക? കിട്ടുന്നത് മതി, അത്ര ലാഭം. എന്നാ താമസിക്കണ്ട, ഇറങ്ങാം.
വിളിച്ചോ? വിളിച്ചു. അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല. കാര്യമില്ല. പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ ആരാ ലോണ് തിരിച്ചെടുക്കുക? എന്തായി കാട്ടണേ? ഇത് എത്രാമത്തെയാ മതി കുടിച്ചത്? പ്ലീസ് നിമ്മി, ഇന്ന് എന്നെ തടയരുത്. നിമ്മി പ്ലീസ്. കാലം തിരിച്ചു ഇറങ്ങാണെന്ന് തോന്നുന്നു. ഒക്കെ വെറുതെ ആലോചിച്ചുണ്ടാക്കുക. ഒന്നും ഉണ്ടാവില്ല. നിമ്മി, 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ മദ്രാസ് നഗരത്തിൽ വന്നിറങ്ങിയ ഒരു ബാലചന്ദ്രനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തുണിസഞ്ചിയിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും പഴകിയ 2 ഷർട്ടും മുണ്ടുമായി വന്നിറങ്ങിയ ഒരു പാവം. അയാളെ നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? പണം കണ്ട് മോഹിച്ചു എന്നാണോ കരുതുന്നത്? എങ്കിൽ KR നായരുടെ മകന്റെ മുമ്പിൽ ബാലേന്ദ്രൻ ഒന്നും ആയിരുന്നില്ല. എന്ത് നഷ്ടപ്പെടാൻ ഞാൻ ഒരുക്കമാണ്. ബാലേട്ടന്റെ സ്നേഹം ഒഴിച്ച്. മതി, എനിക്കത് മതി. പാല് പൊങ്ങാമ പാത്തുകോ. ശരിമാ. എന്താ അയച്ചാ? ധർമ്മപുരി വരെ പോയി. കിട്ടിയത് വെറും 25,000 രൂപ. വെളുപ്പിനെ 3 വന്നപ്പോ പിന്നെ നേരെ വീട്ടിൽ പോയി. ബാലേന്ദ്രൻ എഴുന്നേറ്റില്ലേ? ഇല്ല, രാത്രി ഉറങ്ങിയില്ല. വെളുപ്പായപ്പോഴാ ഒന്ന് കണ്ണടച്ചത്. സംഗതി ആകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാണല്ലോ മോളെ കാണുന്നത്. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ചെയ്യണം. ബാലേട്ടനെ വിളിക്കണോ? വേണ്ട, നീ പറഞ്ഞാ മതി. ഞങ്ങൾ ഓഫീസിലേക്ക് പോവാ. സുധാകരൻ വരും. കംപ്ലീറ്റ് അക്കൗണ്ട് ബുക്സ്, ഡിപ്പോസിറ്റ് ആൻഡ് ലോൺ ഡീറ്റെയിൽസ് ഉടനെ മാറ്റണം. ഇനി നമ്മൾ സേഫ് ആവുക എന്നുള്ളതാണ്. ബാലിനോട് പുറത്തേക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞേക്ക്. ഇവിടെ തന്നെ ഉണ്ടാവണം. പോവാം. അച്ഛൻ കാപ്പി കുടിച്ചോ? കാപ്പിയൊക്കെ പിന്നെ. രാത്രി പോലൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു മോശം പണ്ട് ഇത്ര പെട്ടെന്ന് ആളുകൾ അറിഞ്ഞെത്തുമെന്ന് വിചാരിച്ചില്ല. എന്ത് ചെയ്യും രാധാകൃഷ്ണ? പോലീസിനെ വിളിക്കുന്നതാണ് ബുദ്ധി. ജീവൻ രക്ഷിക്കണ്ടേ? സുധാര, ഒന്ന് ആലോചിച്ചിട്ട് മതി. ഒന്നും ആലോചിക്കാനില്ല. സമയം കഴിയുന്നതോറും ആളുകൾ കൂടി വരും. പിന്നെ ശവശരീരം പോലും കിട്ടില്ല. ഈശ്വര ചതിച്ചു. ബാലേന്ദ്രൻ എവിടെ തരാടോ? ഞങ്ങളുടെ കാശ് കൊണ്ട് മുങ്ങാൻ നോക്കൂലേ തന്റെ ആളുകൾ? ഒരിക്കലും അല്ല. പിന്നെ എന്താണോ ബാങ്ക് തുറക്കാത്തത്? ഒരു ഹോളിയുടെ ബോർഡ് നോക്കി ഞങ്ങൾ പോകുന്നു വിചാരിച്ചോ? കാശ് കിടക്കലാണ് ഉയരോടെ വിട മാട്ടെ. നിങ്ങൾ ആരുടെയും കാശ് നഷ്ടപ്പെടില്ല. ഒറ്റ പൈസ ബാക്കിയില്ലാതെ ഞാൻ തിരിച്ചു തരും. പൊളിഞ്ഞ ബാങ്കിൽ എവിടെ നിന്നാണോ കാശ്? കള്ളക്കഥയാണത്. ബാങ്ക് പൊളിഞ്ഞിട്ടില്ല. 2 കോടി രൂപയുടെ ആസ്തിയുണ്ട് നമ്മുടെ ബാങ്കിന്. അതൊക്കെ വിറ്റിട്ടായാലും എല്ലാവരുടെയും കാശ് ഞാൻ തിരിച്ചു തരും. ദൈവം എനിക്ക് ഒരാഴ്ചത്തെ സമയം തരാം. ഒരേ ഒരാഴ്ച. നിങ്ങൾ മുങ്ങിലെന്ന് എന്താ ഉറപ്പ്? മുങ്ങിയാലും എന്റെ കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ഹോട്ടലുണ്ട്. അതെടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കിട്ടുമെന്ന് കിട്ടാന്നിരിക്കില്ല. രക്ഷിക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പെൻഷൻ കിട്ടിയ കാശ. ഈ പലിശ അല്ലാതെ വേറെ ജീവിതമാർഗമില്ല. എനിക്ക് എന്റെ കാശ് തിരിച്ചു തരണം. തരും. നിങ്ങളുടെ പണം ഞാൻ തിരിച്ചു തരും. എന്തുറപ്പ് വേണം പറഞ്ഞോളൂ. ഓരോ ഉറപ്പും വേണ്ട, തന്നാ മതി. തന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ എന്റെ ശവം കാണും. ഇത് പൂട്ടരുത്. തുറന്നു തന്നെ കിടക്കണം. ശരി സാർ. ഭാഗ്യം, ഞാൻ Shut up, you bloody fool. തന്നോട് ആരോട് പറഞ്ഞു ഹോളിഡേ ബോർഡ് വെക്കാൻ? അത് വക്കീല്. ഓഹോ, വക്കീലിന്റെ ബുദ്ധിയാണല്ലേ. ഈ ഓഫീസിൽ താനാണോ മാനേജർ, വക്കീലാണോ? ഞാനാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നതാണോ അവിടെ അനുസരിക്കുന്നത്? ഇഡിയറ്റ്. ബാലേന്ദ്ര, സംഗതിയാകെ കുഴപ്പമായിരിക്കുകയാണ്. എല്ലാ ബ്രാഞ്ചിലും ഡിപ്പോസിറ്റേഴ്സ് ബേളം വെച്ചു തുടങ്ങി. പോലീസ് ഇടപെടൽ ഉണ്ടാവും. നമ്മുടെ റെക്കോർഡ്സ് എല്ലാം എത്രയും വേഗം ഇവിടുന്ന് മാറ്റണം. നിന്റെ പേരിലുള്ള അസറ്റ്സ് എല്ലാം ഉടനെ നിർമ്മലയുടെ പേരിലാക്കണം. എന്തിന്? അല്ലെങ്കിൽ ഈ ഹോട്ടലിനും വീടിനും കോർട്ട് അറ്റാച്ച്മെന്റ് വരും. നിനക്കെല്ലാം നഷ്ടമാകും. നിർമ്മലയുടെ പേരിലേക്ക് മാറ്റിയാൽ പിന്നെ ആർക്കും തൊടാൻ പറ്റില്ല. അപ്പൊ ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് പണമേൽപ്പിച്ചോരോ? ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കാം. എനിക്ക് ആ സേഫ്റ്റി വേണ്ട. ബാലേന്ദ്ര, ബുദ്ധിമോശം കാണിക്കരുത്. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക. ഇതാണോ രക്ഷ?
എന്നെ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് രൂപ ഏൽപ്പിച്ചവരുടെ ശാപത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അവരുടെ കണ്ണീരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അവരെ വഞ്ചിച്ചുകൊണ്ടുള്ള രക്ഷ എനിക്ക് വേണ്ട. പിന്നെ എന്ത് ചെയ്യും സാർ? വിൽക്കും, സകലതും വിൽക്കും ഞാൻ. എന്നിട്ട് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് തീർക്കും. ബാലചന്ദ്രൻ മദ്രാസിൽ വന്നത് വെറും 7 രൂപയും കൊണ്ടാ. ഒരു പെണ്ണിനെയും കുട്ടിയും കൊണ്ട് പിന്നെ നീ എന്ത് ചെയ്യും? തെണ്ടുവോ? തെണ്ടണ്ടി വന്നാൽ തെണ്ടും. അങ്ങനെ തെണ്ടാനല്ല എന്റെ മോളെ നിന്നെ കല്യാണം കഴിച്ചു തന്നത്. നിങ്ങളുടെ മകളെന്നതിനേക്കാൾ ഇന്ന് അവളുടെ ഭാര്യയാണ്, അത് മറക്കണ്ട. ബാലേന്ദ്രൻ, നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട്. പ്ലീസ് ഷട്ട് അപ്പ്. വക്കീലിന്റെ പ്രാക്ടിക്കൽസ് എന്നെ പഠിപ്പിക്കണ്ട. ഇത് എന്റെ മാത്രം കാര്യമാണ്. ദയവായി ഇതിൽ ഇടപെടരുത്. വാടാ, ഇവനൊക്കെ വേണ്ടി വായു പിടിച്ച് നമ്മളെ വേണം തൊഴിക്കാൻ. വാ. മേനോൻ സാറും വക്കീലും സാറിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നന്മയൊന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. വഞ്ചനയാണോ നന്മ? ഈ ഓഫീസ് തുറന്നിട്ടിരുന്നെങ്കിൽ ഈ ആളുകൾ എത്ര ക്ഷുഭിതരാകും തോന്നുന്നുണ്ടോ അതെനിക്ക്? വിട്ടി നന്മയാണത്രേ നന്മ. താൻ ഞാൻ പറയുന്നത് അനുസരിക്കുക. നമ്മുടെ ഡെപ്പോസിറ്റേഴ്സിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് എല്ലാവർക്കും ടെലിഗ്രാം മെസ്സേജ് കൊടുക്കുക. നമ്മളെ കമ്പനി ക്ലോസ് ചെയ്യാൻ പോകുന്നു, ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാന്ന് കാണിച്ചിട്ട്. അതിനുള്ള ഫണ്ടോ? വിൽക്കും. തമാശ പറഞ്ഞതല്ല, വിൽക്കും. ദാ എന്താ? എന്താ? എന്തിനാ ബാലേട്ട? എന്നെ തകർത്തിട്ട് അവൻ ജീവിക്കണ്ട. അതിന്റെ പേരിൽ എന്താ ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ബാലേട്ട സ്വയം മറക്കരുത്, എന്നെ മോളെ മറക്കരുത്. നിമ്മി തടയരുത് തന്നെ. ഇല്ല, മാറി നിൽക്കാൻ. വേണ്ട വേണ്ട. നിമ്മി കുറച്ചെങ്കിലും എന്നെ നീ മനസ്സിലാക്ക്. നമ്മൾ അടിമുടി തകർത്തവനെ കൊന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? ബാലേട്ട, എനിക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് ഒന്ന് വേണ്ടി. പറയട്ടെ, മാറ്. ബാലേട്ട, തിരിച്ചു വരുമ്പോ എന്റെ മോളുടെ ശവ ബാലേട്ടൻ കാണാൻ പോണത്. സത്യം പറയണേ, പിന്നെ ഞങ്ങൾ ജീവനോടുണ്ടാവില്ല. ബാലേട്ടനാണ് സത്യം. നിന്നെ അത് ചെയ്യും. നിമ്മി, ഇത്രയൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അയാൾ എന്നെ വഴി തടഞ്ഞു അടിച്ചു. മിണ്ടിയില്ല. അതോടെ തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതി. ഇപ്പോ എന്റെ ലൈഫിന്റെ അടിത്തറ മാന്താണ്. ഇനിയും ക്ഷമിക്കണോ? ഞാനൊരാണാണ്, എനിക്കുണ്ട് ആരോഗ്യം, ചങ്കൂറ്റമൊക്കെ. എനിക്ക് പേടിയാണ് ബാലേട്ട. എനിക്ക് സ്വത്ത് വേണ്ട, പണം വേണ്ട, കാറ് വേണ്ട, വീട് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ബാലേട്ടൻ മാത്രം മതി. ബാലേട്ടൻ മാത്രം മതി. നമുക്ക് ആരോടും മത്സരിക്കണ്ട, പകരം ചോദിക്കണ്ട. വിധി എന്തായാലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ബാലേട്ടന്റെ കൂടെ നിന്നുണ്ടാവും. എന്തിനും